തണല് എത്രയോ ഡിഗ്രി ചൂടാ ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റും. എന്താ ചെയ്യാ? സീറ്റേക്ക് ഉള്ളോടെ ജാതി സീറ്റേക്ക് മാറ്റി ഇതുകൊണ്ട് അനങ്ങാറില്ലെങ്കിൽ ഇതിൻ്റെ കൊമ്പ് മാത്രം ഇല്ല. ഈ കൊമ്പ് ഇങ്ങനെ ഇരിക്കണം. ഇത് പഴമോ പക്ഷികൾ തിന്ന് ചെറുതേലെടുക്കുന്നു. ഈ മരം എന്താ ഒരു ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ശ്രദ്ധിക്കുന്നു? അതിൻ്റെ ഇതിൽ 10-15 മരം മുറിച്ച് നശിപ്പിച്ചത്. ഇതാ ഒന്നും ആടെ മുറിച്ചിട്ട് എന്താ ചെയ്യാം? ഞാൻ 5-6 കൊല്ലം പോറ്റിയ മരമായിരിക്കും. എന്താ ചെയ്യാൻ? അടുത്ത് ഇങ്ങനെ കുറിച്ച് അഥവാ ഇപ്പോൾ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കൊമ്പല്ലേ ആയിക്കൊണ്ടു. ഈ സീറ്റ് എന്തുകൊണ്ട് മാറ്റാതെ? ഈ മരം നിരവധി ഈ ചൂട് സഹിക്കാൻ പറ്റില്ല. പക്ഷികൾ ചെറുതേന് ജനങ്ങൾ 10-50 ആൾ നിൽക്കുന്ന തണൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ പക്ഷികൾ കൂടി കിട്ടുന്ന ഇങ്ങനത്തെ കായ്കൾ നമുക്ക് തണലും കിട്ടി പഴവും കിട്ടുക. 5 ആവശ്യമായി മരം അത്ര 5-6 കൊല്ലം പോയിച്ചതായി. ഒരു 7-5 പോയി. എന്താ ചെയ്യാൻ? ഇങ്ങനെ ഇനി വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല. ഇവർക്ക് റവന്യൂ ടവറിന് വേണ്ടിയിട്ടായി മരം മുറിക്കുന്നു. അങ്ങനെ മരത്തിനെ കൊണ്ട് എത്ര കൊല്ലം പോയിട്ട് ഇവർക്ക് വിഷമം അറിയുന്നുണ്ടോ? ഈ പോറ്റുന്നതിന് വിഷമം ഇവർക്ക് അറിയുന്നില്ല. എനിക്കിതിന് അധികാരമൊന്നും ഇല്ല. എങ്കിലും ജനങ്ങൾക്ക് സാധനം ചെയ്തെന്നറിയും. വല്ലാതെ വേദന ഇച്ചിരി മുറിച്ചാണ് ഞാൻ കുറച്ച് കേൾക്കുക. എത്ര പഴങ്ങളുണ്ട്, എന്താ രസമുള്ള പഴം. ലാസ്റ്റിന് നോട്ടം കാണാൻ പറ്റിയല്ലോ. അത് അല്ലാത്തില്ല. ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുന്നില്ല. ചൂടി എല്ലാവരും പറയും ബമ്പ ഡിഗ്രിയാണ്. 12 മണിക്കൊക്കെ ശേഷം പുറത്തിറങ്ങരുത്. പിന്നെ 3-4 മണിക്ക് പിന്നെ പണിക്കിറങ്ങാവൂന്ന് പറയും. രസനീൻ്റെ മുമ്പിൽ നിന്ന് കുറേ മരങ്ങൾ കുഴിച്ചിട്ട് കാണിച്ചുതരാം. പൊരിച്ച് ചാടിയിട്ട് ആരാ പൊരിച്ച് ചാടിയെന്നല്ല ആരും ശ്രദ്ധിക്കുന്നില്ല. ചൂട് ഡിഗ്രി ചൂട്. ഇവിടെ എയർപോർട്ടിന് 1000കണക്കിന് മരങ്ങൾ മുറിച്ച് ഒരു തണല് മരം അടിയോ വെച്ചേ. ഞാൻ കഷ്ടപ്പെട്ട് വെച്ചതാ. ഞാൻ ഒരു ജനങ്ങൾ സേവനം ചെയ്തെന്നുള്ളൂ. വല്ലാതൊരു കഷ്ടം തോന്നിയില്ല. ലാസ്റ്റ് സൗദി അറേബ്യയിൽ ഒരു ബോഡി കൊണ്ടിരുന്ന എന്തിനാന്ന് വെച്ചാൽ അത് ഒരു നോക്ക് കാണാൻ വല്ലാതെ വിഷമമില്ല എനിക്ക്. എന്തൊരു കഷ്ടമായി ചെയ്യാൻ. എത്ര രൂപ മുതലാന്നറിയാൻ ഒരാളത് പറയുന്നു കൂടി. രാത്രി 11 മണിക്ക് വെള്ളം നടക്കുന്ന ഞാൻ കാണുന്നുണ്ട്. രാത്രി കാനില് വീട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വന്നിട്ടോ അയൽപക്കത്തെ വീട്ടിൽ നിന്നെല്ലാം പോയിട്ട് വെള്ളം എടുത്തിട്ട് ആക്കുന്നെല്ലാം കാണല്ലോ. അപ്പൊ ഈ റോഡ് സൈഡ് ഏടി നിന്ന് ഫോൺ ചെയ്യാൻ പോലും കഴിയുന്നില്ല. ആ അവസ്ഥയിലാണ്. ഒരു ഫോൺ ചെയ്യാൻ സ്ഥലമില്ല. അത്ര ചൂട് കഠിനാണ്. ഇരിക്കാൻ ബെഞ്ചോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത്രയും സേവനം ചെയ്യുമ്പോൾ ഇത് മുറിക്കുമ്പോൾ വേണ്ടപ്പെട്ട അധികാരികളൊന്ന് ശ്രദ്ധിക്കണ്ടേ? അഥവാ പറ്റാതിരിക്കെങ്കിൽ തലയങ്ങ് അത്രയും നല്ല തണലുള്ള സ്ഥലമല്ലേ ഇത്. ഒരേ സമയത്ത് തണല് അല്ലെങ്കിൽ മേലത്തെ കൊമ്പ് മാത്രം കഴിച്ചിട്ട് കൊമ്പല്ല അതിനെ ചുറ്റോട് ചുറ്റി വെച്ചിട്ട് അതിന്റെ തടിമരാണ് വെച്ചൂടെ? എന്തുകൊണ്ട് ഈ ടവർ എന്തുകൊണ്ട് ഈ സീറ്റ് ഇത് മാറ്റാതെ? ഈ മരത്തോടുന്ന ഇത്ര വലിയ എല്ലാവർക്കും ദേഷ്യം. നമുക്കൊരു ഒരു റുപ്യ എനിക്ക് സഹായിക്കണ്ട. ഒരു ദയനീയാവസ്ഥയിൽ ഒരു നല്ല വാക്ക് ഈ മരം മുറിക്കല്ല, നശിപ്പിക്കല്ല. ഈ ഇപ്പോൾ ആടെ കൊണ്ടല്ല പൊരിച്ചാടിയെ കാണിച്ചില്ല. 3 തവണയായി ഇപ്പോൾ ട്രഷറിന് മുമ്പ് പൊരിച്ചാടുന്നു. ആരാന്നൊക്കെ അറിയുന്നില്ല. അത് ആരും അന്വേഷിക്കുന്നുമില്ല. ഒരു സീമക്കൊന്ന് സൈക്കിളും വന്ന് 30 സീമക്കൊന്നും ഉണ്ടായി കഴിഞ്ഞു. ഇതിന് പറമ്പൊന്നും ഉണ്ടായി വളം കടോട് ബാധിനാണ് പോയി മണ്ണും വളവും ചേർത്തിട്ടുണ്ടാകുന്ന 4 ആക്കി ഇട്ടിട്ടായിരുന്നു. ഒന്നും ഇത് വേണ്ട അധികാരികൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ദയവേക്കുക. എനിക്ക് വേറെ ഒന്നും ഇതിൽ വലിയ ആക്ഷൻ എടുക്കാനോ പിടിക്കാനോ ഇല്ല. ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതെന്ന് മാത്രം. അതുകൊണ്ട് എൻ്റെ ദയനീയാവസ്ഥ പറയാൻ എനിക്ക് കണ്ടെന്നാ പറയുന്നത്. 19-16 മരം വെച്ച് ഞാൻ ഒരാഴ്ച ഉറങ്ങിയിട്ട് അറിയുന്നത്. അതിനെ പോയിട്ട് ഒരു മരത്തിൽ 100 രൂപ മുതൽ 600 രൂപ 700 രൂപ വരെ വില. ആ മരം ഞാൻ കാണിച്ചു തരാം. 700 വരെ ഇപ്പം ഞാൻ എടുത്തന്നെ അടിച്ചു തന്നെയാണ്. ഒന്ന് ശ്രദ്ധിക്കണം. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. എനിക്ക് കുഴിച്ചിരുന്നതിന് സംരക്ഷണം കൊടുക്കാത്ത നിങ്ങൾ വെള്ളവും നിനക്കണ്ട. 1 രൂപ എന്നെ സഹായിക്കാൻ പാടില്ല.